നമുക്ക് എടുത്തു നോക്കാം. ഇതിൻ്റെ അകത്തെ അങ്ങനെയാണെങ്കിലും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും. അതായത് ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമാണ്. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റാണ് ഇന്ന് കാണിക്കുന്നത്. ഇന്ന് ഞാൻ മണ്ണിര കമ്പോസ്റ്റ് എടുത്തു. അതുപോലെ എങ്ങനെയാണ് മണ്ണിരേനെ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞാൻ മണ്ണിര കമ്പോസ്റ്റിനകത്ത് ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണുക. കുറച്ച് ദിവസമായി ഇതിനെ നെഗ്ലക്റ്റ് ചെയ്ത് വെച്ചിട്ടെന്ന് പറയാം. വേണമെങ്കിൽ ഞാൻ ഇതിലേക്ക് നാട്ടിൽ പോയിട്ട് വന്നേ പിന്നെ അത്ര നോക്കിയിട്ടില്ല. അതിന് ഫുഡിട്ട് കൊടുത്തായിരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇച്ചിരി സങ്കടമുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇരിക്കുന്നതെന്നേ. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ നില ഞാൻ കാണിക്കാം. ഇപ്പം നമ്മുടെ കമ്പോസ്റ്റിൻ്റെ ഇതുകൊണ്ട് 3 ലെയറാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇത് 3 ലെയറാണേ. ഇതിന് മുകളിലത്തെ നിലയിലാണ് ഞാനിപ്പോൾ ഫുഡിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ. അപ്പോൾ ഈ മുകളിലത്തെ നിലയാണ് നമ്മളിപ്പം ഫുഡിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതും. ഇവിടെയാണ് ഇരകളുള്ളതും ഉണ്ടോ. പക്ഷേ എന്നാന്ന് ചോദിച്ചെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിന് ഫുഡിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഉള്ള ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുക. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇരകളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇന്ന് ഫുഡിട്ട് കൊടുക്കണം. എൻ്റെ കൂട്ടത്തിൽ ഞാൻ അടിയിലത്തെ ലെയർ കോരി എടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഈ മുകളിലത്തെ ലെയർ അങ്ങ് എടുത്ത് മാറ്റാതെ കാണാം. ഇതാണ് അതിൻ്റെ അടിയിലത്തെ. ഇതാണ് ഇപ്പം നല്ല കമ്പോസ്റ്റ് ആയിട്ടിരിക്കുന്ന ലെയറാണ്. ഇത് കണ്ടോ, ഇതാണ് നല്ല കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് മണ്ണിരേനെ വേർതിരിച്ചെടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ളത്. ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റുമ്പം കൈകൊണ്ട് എടുത്ത് മാറ്റുക ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മൾ മുകളിലിടുന്ന ടോപ്പ് ലെയറായിട്ട് ഒരു കിച്ചൺ ടവൽ ഇട്ട് കൊടുത്തിരുന്നതാണ്. ഇതിന് ചൂടുള്ള സമയത്ത് ചൂട് വരാതിരിക്കാനും അതുപോലെ തണുപ്പുള്ള സമയത്ത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും. അപ്പോൾ നമുക്ക് ഈ മണ്ണിരേനെയല്ല ഇനി നമുക്കിനി മറ്റേ ടോപ്പിലെ ലെയറിലേക്ക് എടുത്തിടാം. അല്ലെങ്കിൽ മണ്ണിര വേസ്റ്റായി പോകും, മണ്ണിര പോകത്തില്ലേ. അപ്പോൾ ഈ മണ്ണിനെ പെറുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കമ്പോസ്റ്റ് എടുത്ത് നമുക്ക് ചെടിക്കിടാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. ഇത് മണ്ണിരേനെ ഞാൻ ഇങ്ങനെ പറക്കിയെടുക്കുക ചെയ്യുന്നു കേട്ടോ. പലപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ മണ്ണിരേനെ വേർതിരിച്ചെടുക്കുന്നതെന്ന്. ഇങ്ങനെയാണ് ഞാൻ വേർതിരിച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇടുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ ഇടാറുണ്ട്. ഇതുകൊണ്ടോ, ഇതൊരു അവക്കാഡോയുടെ സീഡാണേ. ഇതുണ്ടോ, അവക്കാഡോയുടെ ഒരു പിറ്റാണിത്. ഇത് കണ്ടോ, ഇത് അവക്കാഡോ പിറ്റ് ഇവിടെ കിടന്ന ഇപ്പോൾ ഇത് മുളച്ച് വരുന്നുണ്ട് കണ്ടോ. നട്ടെങ്കിൽ ഇത് മുളച്ച് വന്നോളും. ഇനി ചില സമയത്തൊക്കെ നമ്മൾ മുട്ടത്തോടിടും. അല്ലെങ്കിൽ ഞാൻ അതനുസരിച്ചെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴേ ചിലപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇതിലേക്ക് ഇടും. പക്ഷേ ഒരുപാട് നാളെടുക്കും മുട്ടത്തോടിട്ടെങ്കിൽ അത് ഒന്ന് ഡിസോൾവ് ആയി പോകാൻ വേണ്ടി. അതുകൊണ്ട് മുട്ടത്തോടൊന്ന് ചൂടാക്കി ഞാൻ പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇത് കണ്ടോ, ഇതൊരു അവക്കാഡോയുടെ ഒരു സീഡാണ്. ഇത് കണ്ടോ, ഇനിയിപ്പോൾ ഇതിന് തൈയായി വരുന്നുണ്ട്. നമുക്ക് കൊണ്ടേ നടാൻ വേണമെങ്കിൽ. ഇത് കിച്ചൺ വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വളം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ അധികം വളം ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരികയില്ല. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതുണ്ട് കിച്ചൺ വേസ്റ്റാണ്. ഇത് അവക്കാഡോയുടെ തൊലിയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ നമ്മൾ മണ്ണിരേനെ ഇങ്ങനെ പറക്കിയെടുക്കും. ഇതിപ്പോൾ ഇത് മാറ്റുവാണെങ്കിൽ ഇതിനകത്ത് നിറച്ച് മണ്ണിര കാണും. ഇത് അവക്കാഡോയുടെ സീഡുകളെല്ലാം അവിടെ കിടന്ന് മുളച്ചിട്ടുണ്ട്. ഞാനിപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പം പഞ്ചായത്തിൽ നിന്ന് എല്ലാവർക്കും ഇതുപോലെ കമ്പോസ്റ്റ് ബിന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ ഇത് കാണുന്നവരൊക്കെ ഇതുപോലെ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള ഇത് വളമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയോ പച്ചക്കറി നടുകയോ ഒക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മൾ അന്യരാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല പച്ചക്കറികൾക്ക്. നമുക്ക് നാട്ടിൽ നല്ല കാലാവസ്ഥയും ഒക്കെ ഉണ്ടല്ലോ നടാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് വെള്ളത്തിനൊന്നും ക്ഷാമം അങ്ങനെ വരാറില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലായിടത്തും തന്നെ പൈപ്പ് വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു പച്ചക്കറി കൃഷി ഒക്കെ നടത്തണം. അതുകൊണ്ട് എല്ലാവരും പച്ചക്കറിയൊക്കെ നടണം വീട്ടിൽ കേട്ടോ. എപ്പോഴും നമ്മൾ ഈ നോൺ വെജ് മാത്രം കഴിക്കാതെ നമ്മൾ പച്ചക്കറികൾ നടണം. പച്ചക്കറികൾ നമ്മൾ കഴിക്കണം. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറികളല്ലാതെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച്
നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവർക്കും ചിലപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നും വരത്തില്ല, സമയം കിട്ടിയെന്ന് വരത്തില്ല. എന്നാലും സാഹചര്യം ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കൂടുതലുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, വേസ്റ്റ് ആക്കി കളയാതെ. ഇപ്പം ഞാൻ പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആളുകൾ നാട്ടിൽ ഉള്ളവർ ശരിയാണ്, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഞാൻ കൂടുതലും കാണുന്നത് പലപ്പോഴും നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇപ്പം കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലിയറും ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ് കൂടുതലും കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാതെ നമ്മുടെ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ കുറേ ഇരകളെയൊക്കെ മാറ്റിയെടുത്തു. കുറേ മണ്ണിരകളെയൊക്കെ ഞാൻ മാറ്റിയെടുത്തു. ഇനി ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കമ്പോസ്റ്റിങ് എടുക്കുവാണേ. ഇതാണ് കമ്പോസ്റ്റ് കോരി എടുക്കുന്നത്. ഇതാണ് നല്ല പ്യുവർ കമ്പോസ്റ്റ്. കണ്ടോ, നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കമ്പോസ്റ്റാണിത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇടാതിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് മീറ്റ് പ്രൊഡക്ട്സ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല. അതുപോലെ പാലിൻ്റെ പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കാറില്ല. അതൊക്കെ മണം വരുത്താനും ഒക്കെ അതൊക്കെ മണമൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടാറില്ല. നമ്മൾ കിച്ചണിലുള്ള അല്ലാതെ നമ്മൾ വെജിറ്റബിളിൻ്റെ വേസ്റ്റും പിന്നെ ഇട്ട് കൊടുക്കുന്ന കടലാസുകൾ, നമ്മൾ കടലാസ് ഇട്ട് കൊടുക്കും. അത് മണ്ണിരയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കടലാസ്. ഇനി ഇടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത്രയും കാര്യം മാത്രം ചെയ്താൽ മതി, നമുക്ക് മണ്ണിരയുടെ കമ്പോസ്റ്റ് ആയി കിട്ടും. ഇതാണ് മണ്ണിരകൾ ഇഷ്ടംപോലെ കിടക്കുന്ന കണ്ടോ. ഇതിനെ നമുക്ക് മാറ്റി സെപ്പറേറ്റ് നമുക്ക് എടുത്ത് വയ്ക്കാം. മറ്റേ നമ്മൾ രണ്ടാമതിടുന്ന ആ ബോക്സിലേക്ക് ഇട്ട് വയ്ക്കാം. എന്നാലേ നമുക്ക് അടുത്ത പ്രാവശ്യം മണ്ണിരയ്ക്ക് തിന്നാനുള്ള ഇട്ട് കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചെങ്കിൽ നമുക്കിനി ശീതകാല പച്ചക്കറികൾ, അതായത് നമ്മുടെ പച്ചക്കറികൾ ഇപ്പം ഞാനിത് എടുത്തതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ശീതകാല പച്ചക്കറികളൊക്കെ നടാൻ സമയമായി കേട്ടോ. നമ്മുടെ സ്നാപ്പ് പീസ്, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് കെയില്, ബ്രൊക്കോളി, കാബേജ്, ബ്രസൽ സ്പ്രൗട്ട്, അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ നമുക്കിപ്പം നട്ടാൽ നമുക്ക് വിൻ്ററിൽ ഇവിടെ കിട്ടും കേട്ടോ. ന്യൂസിലൻഡിൽ വളരുന്ന സാധനങ്ങളാണ്. അപ്പം നമുക്ക് അതിന് നടാൻ വേണ്ടി നമുക്ക് സ്ഥലം ഒരുക്കണമല്ലോ. അപ്പോൾ ഒരുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കിത് കുറച്ച് കമ്പോസ്റ്റ് ഇട്ടങ്ങ് വെക്കുവാണെങ്കിൽ അതങ്ങ് ഉണ്ടായി വന്നോളൂ. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് എടുത്തതേ. അതുപോലെ തന്നെ ഇത് നിറയുകയും ചെയ്തായിരുന്നു. ഇപ്പം ഞാനിതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് എത്ര വർഷം ഇത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു 5 വർഷമൊക്കെ ആയി കേട്ടോ. ഇതിങ്ങനെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ ബോക്സ് തന്നെ മാറി എല്ലാ വർഷവും ഞാനൊരു 4-5 പ്രാവശ്യമൊക്കെ ഇതുപോലെ നമ്മൾ എടുക്കും പല സമയത്തായിട്ട്. അപ്പോൾ അതൊരു എനിക്ക് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കമ്പോസ്റ്റ് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്കത് എടുക്കാം. കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ എടുത്ത് നമുക്ക് ചെടിയിൽ കിട്ടു കൊടുക്കാം. പിന്നെ ഇത് മൂന്നാമതൊരു ലെയറും കൂടെ ഉണ്ട് ഇതിൻ്റെ അടിയിലെ. ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ആയിരിക്കും മൂന്നാമത്തെ ലെയർ കിടക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ലെയർ. ഇത്രമാത്രം കാണാൻ പറ്റുന്ന അറിയത്തില്ല.
അപ്പോൾ ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ ലെയറേ. ഇതിൻ്റെ അകത്ത് നന്നായിട്ടുള്ള കമ്പോസ്റ്റ് കിടക്കുന്നത് കണ്ടോ, മൊത്തം കമ്പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇരകളെ പിറക്കിയെടുത്തിട്ട് കമ്പോസ്റ്റ് നമുക്ക് എടുക്കാം, ചെടികൾക്ക് ഇടാൻ വേണ്ടി എടുക്കാം. നമുക്ക് ഇതും കൂടെ കോരിയെടുക്കാവേ. ഇതുണ്ടോ, നല്ല കമ്പോസ്റ്റാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഇരകളും ഉണ്ട്. ഇനി ഈ ഇരകളെ സെപ്പറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വേറെ മാർഗ്ഗം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഇത് കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും വേറെ മാർഗ്ഗം ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണേ. ഞാനെപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. ഇത് മൊത്തം കമ്പോസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇരകൾ നമ്മുടെ കൂടെ പോകുന്നതെന്ന് ഓർത്ത് കുഴപ്പമില്ല. അതെന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ മണ്ണിൻ്റെ അകത്തും ഇരകൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുമല്ലോ. മണ്ണിലാണല്ലോ ഇരകൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഇരകൾ പോകുന്നതെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ടാപ്പുള്ളത്. ഞാൻ ആ ടാപ്പിൽ നിന്ന് ഇവിടുത്തെയാണ് ജ്യൂസ് വരുന്നത്. കമ്പോസ്റ്റിൻ്റെ ജ്യൂസ് വരുമല്ലോ, മണ്ണിരയുടെ കമ്പോസ്റ്റ് വരുന്നത്. ആ വെള്ളം വരുന്നത് ഇതിലേ കൂടെയാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു ബക്കറ്റ് വെച്ചെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ജ്യൂസ് വന്ന് വീണോളൂ. ഇനി നമ്മൾ നേരത്തെ മുകളിലിരുന്ന ലെയറിനെ നമ്മൾ താഴോട്ട് വെക്കുകയാണ്. ഇനി നമ്മൾ ഈ ലെയറിനെ എടുത്ത് മുകളിലേക്ക് വെക്കുകയാണ്. നമുക്ക് ഇന്നത്തെ കിച്ചൺ വേസ്റ്റും കൂടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇതാണ് കേട്ടോ, ഇത്രയും കമ്പോസ്റ്റാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇത്രയും കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും കമ്പോസ്റ്റ് ഇവിടെ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇത്ര ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് മണ്ണിരയൊക്കെ ഉള്ളതുകൊണ്ട് ആ മണ്ണിരയും അതും കൂടെ ഒക്കെ ആയിട്ട് ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിന് കൊണ്ടുവന്ന് ഫുഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുവാണേ. കിച്ചൺ വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ട് നമുക്ക് അങ്ങ് മൂടി വയ്ക്കാം. പലരും ചോദിക്കുന്ന കാര്യമാണ് ഒണിയൻ്റെ തൊലി ഇടാറുണ്ടോ എന്ന്. ഞാൻ ഒണിയൻ്റെ തൊലി ഇടാറുണ്ട്. എൻ്റെ ഇരകൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ 4-5 വർഷമായി ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല എൻ്റെ ഇരകൾക്കൊന്നും. 5 വർഷം മുമ്പ് വാങ്ങിച്ചതാണ് ഇരകളെ. ഇനി നമുക്കിതിനെ അങ്ങോട്ട് മൂടി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. അതുപോലെ ഈ മണ്ണിര കമ്പോസ്റ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ, ന്യൂസിലൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയുള്ള ആ കമ്പോസ്റ്റ് ബിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് കൗൺസിൽ എടുത്തുകൊണ്ട് പൊക്കോളുമല്ലോ. അപ്പോൾ കൗൺസിൽ എടുത്തുകൊണ്ട് പോയി അവർ വേറെ ഒരു പ്രോസസ്സിങ്ങിലൂടെ കമ്പോസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും. അതായത് ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമാണ്. അപ്പം നമ്മളാ പറ്റുന്ന രീതിയിൽ നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം. ഇതുപോലെ ഒരു മണ്ണിര കമ്പോസ്റ്റ് ഇല്ലാത്തവർക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുക. അതിലൂടെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് വീട്ടിലെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മണ്ണിര കമ്പോസ്റ്റിന് ഇടാൻ വേണ്ടി നമുക്ക് കിച്ചൺ വേസ്റ്റ് ഇടാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ബോക്സിൽ നമ്മളിട്ട് നമ്മൾ റബ്ബിഷിൻ്റെ ദിവസം പുറത്തെടുത്ത് വെച്ചെങ്കിൽ സിറ്റി കൗൺസിലുകാർ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പരിസ്ഥിതി നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി പരിസ്ഥിതി ദിനം. ജൂൺ 5 എന്ന് പറഞ്ഞെങ്കിൽ പരിസ്ഥിതി ദിനം.